തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് അറസ്റ്റിൽ. പ്രതി പിടിയിലായത് പൂന്തുറയിലെ വീട്ടിലെത്തി മടങ്ങുമ്പോൾ. തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബെയ്ലിൻ ദാസിനെ DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. പ്രതിയെ ഉടൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്ന് മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി 24നോട് പറഞ്ഞു. പോലീസിൻ്റെ അന്വേഷണം വളരെ തൃപ്തികരമാണ്. എല്ലാ രംഗത്തുള്ളവരും എന്നെ വളരെയധികം സഹായിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ഈ അവസരത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരള പോലീസിൻ്റെ ഇടപെടൽ വളരെ വളരെ സത്യസന്ധമായിട്ടും ഊർജ്ജപരമായിട്ടുമാണ് കേസ് അന്വേഷിച്ചത്. പ്രത്യേകിച്ച് SI മഞ്ജു മാം, CI സാർ എല്ലാവരും വളരെ ഊർജിതമായിട്ട് അന്വേഷിച്ചു. എൻ്റെ കൂടെ നിന്ന് സഹായിച്ച പ്രത്യേകിച്ച് മീഡിയ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് നീതി ലഭിച്ചത്. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, പ്രത്യേകിച്ച് എന്നെ കാണാമെന്ന മിനിസ്റ്റർ, നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ പിന്തുണ അറിയിക്കുകയായിരുന്നു. എല്ലാവരോടുള്ള നന്ദി മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എല്ലാ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന മാമിൻ്റെ സഹായം, പള്ളിച്ചൽ പ്രമോദ് സാർ, അവരൊക്കെ എൻ്റെ കൂടെ എല്ലാത്തിനും, ഹോസ്പിറ്റലിലൊക്കെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ അഡ്വക്കേറ്റ് വിനോദ് എബ്രഹാം, ഗോവിന്ദ്, ഇവരൊക്കെ എടുത്തു പറയേണ്ടതാണ്. അവർ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നു. എല്ലാം കോടതിയിൽ പറയാമെന്നാണ് പ്രതി ബെയ്ലിൻ ദാസിന്റെ പ്രതികരണം. കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാനെല്ലാം കോടതിയോട് പറയാം. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അശ്വിൻ, ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയോ? ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണല്ലോ കേസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അശ്വിൻ? വിജയകുമാർ, നിലവിലിപ്പോൾ പിടിയിലായ ബെയ്ലിൻ ദാസിന്റെ അറസ്റ്റ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി അതിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ് നടപടി. ഇനിയിപ്പോൾ ജാമ്യമില്ലാ വകുപ്പ്, സ്ത്രീത്വത്തെ അപമാനികളടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. എന്താണ് നടപടി എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും ഇന്ന് ഇയാൾ പള്ളിത്തറയിലുള്ള ബെയ്ലിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഇക്കാലം അത്രയും ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവിടെ നിന്ന് ഇന്ന് പൂന്തുറയിലുള്ള സ്വന്തം വീട്ടിലെത്തിയ ശേഷം മറ്റൊരു ഒളിത്താവളത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് കാറിൽ സഞ്ചരിക്കവേ ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ കണ്ട് അങ്ങനെ മനസ്സിലാകുകയും ഈ വാഹനത്തിന് പിന്നാലെ ഇവർ ട്രാക്ക് ചെയ്ത് പോവുകയും ചെയ്തു. പിന്നീട് തുമ്പ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസാണ് ഈ വാഹനം വളഞ്ഞ ബെയ്ലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തായാലും സ്റ്റേഷനിലെത്തിയ ശേഷമുള്ള ബെയ്ലിൻ്റെ പ്രതികരണം അത് എല്ലാം കോടതിയിൽ പറയാമെന്നുള്ളതായിരുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്. മറ്റൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനോ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അയാൾ തയ്യാറായിട്ടില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് തന്നെ മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഒരു മുൻകൂർ ജാമ്യം ഒക്കെ എറണാകുളം സെഷൻസ് കോടതിയിൽ ഈ ബെയ്ലിൻ ദാസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. അതൊക്കെ പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ എന്തായാലും പോലീസിൻ്റെ പിടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നിർണായകമായത് ഒരു ബാങ്ക് ഇടപാടാണ്. അതായത് ഈ ഒളിവിൽ കഴിയുന്ന ബെയ്ലിൻ ദാസിൻ്റെ അക്കൗണ്ടിലേക്ക് അയാളുടെ സഹോദരൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു വലിയ തുക എത്തിയിരുന്നു. ഇത് പോലീസ് ട്രാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സഹോദരനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ ഒരു കാറിൽ പൂന്തുറ ഭാഗത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ബെയ്ലിനെ ഡാൻസ് ഓഫ് സംഘം കാണുന്നത്. എന്തായാലും ഡാൻസ് ഓഫിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത ഇടപെടലിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മറ്റ് നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. വിജയകുമാർ.